ഒരു മലയാളം ഇൻഡസ്ട്രിക്ക് ഇത്രയും വലിയൊരു സിനിമ ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന നിമിഷമാണ് എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ടീസർ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അത്രയ്ക്ക് ഗ്രാൻഡ് രീതിയിൽ തന്നെയാണ് ഈ ഒരു ചിത്രം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് അതിന്റെ വിഷ്വൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ ടീസർ റിലീസ് ചെയ്തിരിക്കുകയാണ്. മമ്മൂട്ടിയാണ് ടീസർ റിലീസ് ചെയ്തത്. ആദ്യ ഭാഗമായ ലൂസിഫറിനെ വെല്ലുന്ന തരത്തിലുള്ള മേക്കിങ്ങും ഫ്രഷ്നസുമായി എത്തുന്നതാകും ചിത്രമെന്ന് ടീസർ നൽകുന്ന സൂചന. ലഭിക്കുന്ന ഹൈപ്പിനൊത്ത് ആക്ഷനും മാസിനും കുറവില്ലാതെയാകും ലൂസിഫറിന്റെ രണ്ടാം വരവ് എന്ന് എമ്പുരാൻ ടീസർ ഉറപ്പു നൽകുന്നുണ്ട്. പൃഥ്വിരാജിന്റെ മറ്റൊരു വമ്പൻ മേക്കിംഗ് കൂടി എമ്പുരാനിൽ കാണാനാകും എന്ന് തീർച്ചയാണ്. ഏവരും കാത്തിരിക്കുന്ന ചിത്രം മാർച്ച് 27 തിയേറ്ററുകളിൽ എത്തും. ആന്റണി പെരുമ്പാവൂർ സാരഥിയായ ആശീർവാദ് സിനിമാസിന്റെ 25ാമത്തെ വാർഷികവും നരസിംഹം എന്ന സിനിമയുടെ 25ാമത്തെ വാർഷികവും ഇന്നാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ആ അവസരത്തിലാണ് ലൂസിഫറിന്റെ ടീസർ ലോഞ്ച് നടന്നിരിക്കുന്നത്. ഇതിലും വലിയൊരു ദിവസം ഇനി ഇല്ല എന്ന് തന്നെ പറയാം ഇങ്ങനെയൊരു ചിത്രത്തിന്റെ ടീസർ ഇറക്കാനായി. ഇറങ്ങിയതാകട്ടെ വേൾഡ് ക്ലാസ് ലെവലിലുള്ള ഒരു ടീസറും. ആ ടീസറിനെ പ്രശംസിച്ചുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാം എത്തിയിരിക്കുന്നത്. ടീസറിന്റെ വിഷ്വൽസ് കണ്ടപ്പോൾ തന്നെ അവർക്ക് ഉറപ്പിച്ചു ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള മേക്കിങ്ങും വിഷ്വൽസുമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്ന്. 2 മിനിറ്റ് ടീസർ ഞാൻ വിറ്റ്നസ് ചെയ്തത് 2 മണിക്കൂറിലധികമുള്ള സിനിമയിൽ ഏത് ലെവലിലായിരിക്കും എന്നോർത്ത് ഇപ്പോൾ തന്നെ പീക്ക് രോമാഞ്ചമാണ് ഉണ്ടാകുന്നത് എന്ന് പ്രേക്ഷകർ പറയുകയാണ്. പൃഥ്വിയുടെ വേൾഡ് ബിൽഡിംഗ്, ഖുറേഷിയുടെ ഒരു ഗംഭീര തൂക്കിപ്പറത്തൽ ഒക്കെ അവർ എടുത്തു പറയുകയാണ്. ലിറ്ററലി വേൾഡ് ക്ലാസ് എന്ന് തന്നെയാണ് അവരുടെ വാക്കുകൾ. ഇതൊക്കെ പറയുമ്പോഴും ടീസർ നമുക്ക് മുന്നിൽ എത്തിച്ചത് ഒരു മിസ്റ്റീരിയസ് രീതിയിൽ തന്നെയാണ്. ഈ ചിത്രത്തിലെ ഒരു ഡയലോഗും പ്രസക്തമായി ഒന്നും കേൾപ്പിച്ചിട്ടില്ല നമുക്കിതിൽ. കൂടാതെ ചില സസ്പെൻസുകളും ഒളിപ്പിച്ചാണ് വിഷ്വൽസുകളെല്ലാം കടന്നു പോകുന്നത്. ഇറാഖും പോസ്റ്റ് വാർ മോഡുമൊക്കെ ആ ചിത്രത്തിൽ കാണിച്ചു പോകുന്നുണ്ട്. ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത്. യുദ്ധ ഹെലികോപ്റ്ററുകളും ഒക്കെ ഒറിജിനൽ തന്നെ നമുക്ക് മുന്നിലേക്ക് വന്നു നിൽക്കുകയാണ്. കൂടാതെ ഇതിൽ എവിടെയും സ്റ്റീഫൻ ഇല്ല, ഖുറേഷി മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഖുറേഷിയുടെ വരവിനെ പറഞ്ഞു വെക്കുന്ന രീതിയും ഒക്കെ വളരെ രസകരമായാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നതും. ഈസ് ബാക്ക് എന്ന് പറയുമ്പോൾ ഖുറേഷി അബ്രഹാമിന്റെ ആ ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ ഗംഭീരമായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അവസാനം വരുന്ന പൃഥ്വിരാജിന്റെ എൻട്രിയും. ഇതിൽ പൃഥ്വിരാജിന് ഇമ്പോർട്ടന്റ് ആയ ഒരു റോൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഖുറേഷിക്കൊപ്പം തന്നെ നിൽക്കുന്ന പൃഥ്വിരാജിന്റെ സായിദ് മസൂദ് കഥാപാത്രം വളരെ ഇമ്പോർട്ടന്റ് ആയി തന്നെ കാണിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞു വെച്ചത്. അത് ഇതിൽ കാണുമെന്ന് ഉറപ്പിക്കുന്ന ഒരു ടീസർ കൂടിയാണ് വന്നിരിക്കുന്നത്. കൂടുതലും ഇമ്പോർട്ടന്റ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സായിദ് മസൂദിനെ തന്നെയായിരിക്കും. സായിദ് മസൂദിന്റെ കഥയിലൂടെ പറഞ്ഞു പോകുന്ന രീതിയിൽ ഖുറേഷി അബ്രഹാമിന്റെ ബിൽഡപ്പുകൾ കാണാൻ സാധിക്കും. ലൂസിഫറിൽ കാണിച്ചതുപോലെ തന്നെ ഇതിലും അങ്ങനെ തന്നെയായിരിക്കും വരാൻ സാധ്യത. അതിലെ ഒരു സീനാണ്, ഒരു മാസ് സീനാണ് ടീസറിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഒരു KGF ലെവലുള്ള രീതി നമുക്കതിൽ കാണാൻ കഴിയും. ഖുറേഷിയെ പിടിക്കാനായി വട്ടമിട്ട് സൈനികർ വരുന്നതും ഖുറേഷിയെ വളയുന്നതും ആ ചർച്ചിൽ നിന്നും മോഹൻലാൽ വലിയ ഗണ്ണെടുത്ത് അവരുടെ നേരെ പ്രയോഗിക്കുന്നതും ആ സമയത്ത് സായിദ് മസൂദിന്റെ എൻട്രി മുകളിൽ നിന്നും താഴേക്ക് വരുന്നതായി കാണിക്കുന്നതും ഒക്കെ ഒരു ഗംഭീര സീനായി മാറാൻ സാധ്യതയുണ്ട്. തിയേറ്ററിൽ ഏറ്റവും വലിയ ഒരു മാസ് രംഗം ഇത് തന്നെയായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്. ഇതൊക്കെ കാണിക്കുമ്പോഴും പൃഥ്വിരാജിന്റെ എൻട്രി വളരെ കരഘോഷം ഉയർത്തുന്ന എൻട്രികളും ഉറപ്പായിരിക്കുമെന്ന് കാണിക്കുകയാണ്. അതിനൊപ്പം തന്നെ മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും കോമ്പിനേഷനൊക്കെ ഗംഭീരമായി തന്നെ വർക്കൗട്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ചിത്രം സംസാരിക്കാൻ പോകുന്ന വിഷയം അതിഗൗരവമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളും ഇതിലുണ്ടാകുമെന്ന് മുരളി ഗോപി അടക്കം പറയുന്നുണ്ട്. സിനിമയിലും കഥയിലുമൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യാൻ നേരം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ജിയോ പൊളിറ്റിക്സ്. കാരണം ഇത് നമ്മുടെ നാടും നഗരവും രാജ്യവും കടന്നു നിൽക്കുന്ന വലിയൊരു ഏരിയയാണ്. ത്രസിപ്പിക്കുന്ന 1000 കഥകൾ ആ ഒരു വിഷയത്തെ ആസ്പദമാക്കി എഴുതാനും പറ്റും. എന്നാൽ പ്രശ്നം സംഭവിക്കുക ഈ അന്താരാഷ്ട്ര പൊളിറ്റിക്സും രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധവും ഇന്റലിജൻസും എല്ലാം കൂടെ ചേർന്നുള്ള കഥകൾ പറയാൻ നേരം ഭാഷ ഒരു തടസ്സമായി മാറുന്നതാണ്. എല്ലായിടത്തും മലയാളി ഇല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവണം എന്നില്ലല്ലോ. ആ കടമ്പയാണ് എഴുത്തുകാരൻ കഥ പറച്ചിലൂടെ മറികടക്കേണ്ടത്. നമ്മുടെ റോ ഇന്റർപോളിന്റെയോ അല്ലെങ്കിൽ മൊസാദിനോടൊപ്പമോ ഒക്കെ കൂട്ടിച്ചേർന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ത്രെഡിൽ ഒരു മലയാള സ്പൈ ത്രില്ലർ എഴുതണമെങ്കിൽ ആദ്യം പറയുന്ന കഥയ്ക്ക് മലയാളിത്തം ഉണ്ടായിരിക്കണം. കഥ യൂണിവേഴ്സൽ ആയിരിക്കുമ്പോഴും കഥാപരിസരവും കഥാപാത്രങ്ങളും മലയാളികൾക്ക് അപരിചിതർ ആവരുത്. അവിടെയാണ് എഴുത്തുകാരൻ വിജയിക്കേണ്ടത്. ഇലുമിനാറ്റി നേതാവ് കേരളത്തിൽ മുണ്ടുമെടുത്ത് നടക്കുന്നതിലെ യുക്തിരാഹിത്യം ചോദ്യം ചെയ്യാനാണ് ലൂസിഫർ ആദ്യം കണ്ടപ്പോൾ തോന്നിയത്. പിന്നീട് ആവർത്തിച്ചുള്ള കാഴ്ചകളിൽ നിന്ന് ആ കഥയുടെ ആഴം മനസ്സിലായി. ബാക്ക് സ്റ്റോറിയുടെ പ്രസക്തി തിരിച്ചറിയാനായി മലയാളിയായ ഇലുമിനാറ്റി എന്നത് മാറ്റി മലയാളിയായ ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ എന്ന് ആലോചിക്കാൻ തുടങ്ങി. അത് രസമുള്ള പരിപാടിയാണ്. ഇപ്പോൾ പുറത്തിറങ്ങിയ എമ്പുരാൻ ടീസർ കണ്ടപ്പോൾ ആ തോന്നൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. മഹേഷ വർമ്മ, ജാൻവി, ജതിൻ, പ്രിയദർശിനി, ബിമൽ നായർ, ഗോവർദ്ധൻ എന്നിങ്ങനെയുള്ള അത്ര കോമൺ അല്ലാത്ത വലിയ മലയാളിത്തമില്ലാത്ത പേരുകൾ ഉള്ള കഥാപാത്രങ്ങളായിട്ട് പോലും ലൂസിഫർ ഇഷ്ടപ്പെടാൻ കാരണം അതിന്റെ കഥാപശ്ചാത്തലവും കഥ ഉടനീളം പുലർത്തുന്ന ഉദ്യോഗവുമാണ്. എമ്പുരാനിൽ പക്ഷേ കളി മാറി. കഥയ്ക്കിനി പുറത്തേക്ക് പോകണം, നാട് വിടണം, ഇന്ത്യ വിടണം, എന്നാലേ സ്റ്റീഫൻ വലുതാവൂ. ആ വലുപ്പത്തിനനുസരിച്ച് മലയാളികൾ അല്ലാത്ത കഥാപാത്രങ്ങൾ ഈ യൂണിവേഴ്സിലേക്ക് കടന്നു വരണം. അപ്പോഴും കഥ മലയാളിത്തം വിടാതിരിക്കണം. റിസ്ക്കുള്ള പണിയാണ്.
എന്നാൽ ആ റിസ്ക് മുരളിയും പൃഥ്വിരാജും ചേർന്ന് ഏറ്റെടുത്ത് നന്നാക്കും എന്ന് തന്നെയാണ് സിനിമയുടെ ടീസർ നമ്മളോട് പറയുന്നത്. ഉഗ്രൻ വിഷ്വൽ ക്വാളിറ്റി. ഇനി തനി മലയാളിയായ ഒരു കഥ കൂടി സിനിമയ്ക്ക് ഉണ്ടായാൽ മതി, പടം കത്തിക്കേറിക്കോളും. കഥയുടെ മലയാളിത്തം എന്തുമാത്രം ഉണ്ടെന്നറിയാൻ കാത്തിരിക്കാം മാർച്ച് 27 വരെ. ഇതൊക്കെയായിരുന്നു ടീസറിന് ശേഷം പ്രേക്ഷകർ പങ്കുവച്ച ഓരോ വാക്കുകളും. അവരുടെ പ്രതീക്ഷകൾ വാനോളമാണ്. കാരണം ടീസർ അവർക്ക് നന്നേ ഇഷ്ടമാകുകയും ചെയ്തു. അവർ കരുതിയ ടീസർ തന്നെ. കാരണം കഥയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ടീസർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി വരേണ്ടത് അവർ വിചാരിക്കുന്ന രീതിയിലൊക്കെയാണ്. ലൂസിഫർ ടീസർ കാണിച്ചപ്പോഴും ചില മിസ്റ്റീരിയസ് സംഭവങ്ങളൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ടാണ് അത് പോയിരിക്കുന്നത്. മോഹൻലാലിന്റെ ബാക്കിൽ നിന്നുള്ള ഷോട്ടിൽ ഒരു കൊച്ചു കയ്യിൽ പിടിക്കുന്നതും മഞ്ജു വാര്യരുടെ കഥാപാത്രം നിൽക്കുന്നതിന് മുന്നിൽ ഒരു മരം കത്തുന്നതും ആയിട്ടുള്ള സിംബോളിക്കൽ സീൻസുകളൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അതുകൂടാതെ പല കാര്യങ്ങളും മിസ്റ്റീരിയസ് ആയിട്ടാണ് തോന്നിയത്. ഇതൊക്കെ സിനിമയുമായി കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ കൂടുതലും വീക്ഷിക്കുന്നത് അതിലെ മാസ് രംഗങ്ങളാണ്. അത് തിയേറ്ററിൽ എങ്ങനെ വരും എന്നൊക്കെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. എന്നാൽ പൃഥ്വിരാജ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ വലിയൊരു സിനിമയാണ്. അത് മമ്മൂട്ടിയുടെ വാക്കുകളിലും ഉണ്ടായിരുന്നു. മമ്മൂട്ടിയാണ് ടീസർ ലോഞ്ച് ചെയ്തത്. അതിനുശേഷം മമ്മൂട്ടി പറഞ്ഞു ഇതൊരു ചെറിയ പടമാണെന്ന് പൃഥ്വിരാജ് ആവർത്തിക്കുന്ന കാര്യം മമ്മൂട്ടിയും ആവർത്തിച്ചു. മലയാളത്തിൽ തന്നെ ഒരു ചെറിയ പടമാണല്ലോ പൃഥ്വി നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്, ഇത് വളരെ ചെറിയ പടം തന്നെ എന്ന്. അപ്പോൾ ചിരിച്ചുകൊണ്ട് തൊഴിൽ നിൽക്കുന്ന പൃഥ്വിരാജിനെയായിരുന്നു കാണാൻ കഴിഞ്ഞത്. അതിനപ്പുറം ആശീർവാദ് സിനിമാസിനെയും മോഹൻലാലിനെയും പൃഥ്വിരാജിനും ഒക്കെ വിജയാശംസകൾ നേർന്നും ആശീർവാദിന്റെ 25 വർഷത്തിന്റെ വാർഷികത്തിന് ആശംസകൾ നേർന്നും ഒക്കെയാണ് മമ്മൂട്ടി അവിടെ നിന്നും പോയത്. കൂടാതെ വലിയൊരു പ്രൊഡക്ഷൻ ഹൗസിന്റെ എൻട്രി കൂടിയാണ് മലയാളത്തിലേക്ക് എമ്പുരാൻ. അവർക്കും സ്വാഗതം ചെയ്തു. ഇവന്റുകൾ നടക്കുകയാണ്. എമ്പുരാൻ ഒരു മികച്ച ടീസർ തന്നെയാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഔട്ട്പുട്ട് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. കണ്ടത് സ്വപ്നമാണോ എന്ന് വരെ പ്രേക്ഷകർ ചോദിക്കുകയാണ്.